അങ്ങനെ കുറെ കരഞ്ഞ കുറെ ആൽബം ഇല്ല ഞങ്ങളില്. മനസ്സിന്റെ മണിയറയിൽ കരയുന്നത്. ശരിക്കും എത്ര ആൽബംസ് ചെയ്തിട്ടുണ്ട്? 100 വരെ എണ്ണിണ്ട്. അപ്പൊ അത് കൂടുതൽ ഇറങ്ങിയത് ഇറങ്ങാത്തതൊക്കെ ഇട്ടോ കൊറേ ഇറങ്ങാത്തുണ്ടാവും. ഓക്കെ, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബം ഏതായിരിക്കും? ഓർത്ത് നിൽക്കുന്നത് എല്ലാം ഓർക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുള്ളൂ പെർഫോമൻസ് വൈസ് തിങ്കളാഴ്ച കാലത്ത് എന്ന് പറഞ്ഞ പാട്ട്. രഹനാസ് ഇല്ലേ, രഹനാസ് നീ എന്റേതല്ലേ, നീ എന്റേതല്ലേ എന്നുള്ളതില് ഇപ്പൊ ഭയങ്കര ഹിറ്റാണ് ആ ആൽബം. കണ്ടിരുന്നോ? ഞങ്ങളുടെ ഒരു ഗാലറി വിഷനിൽ തന്നെ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ അടുത്ത് ചെയ്തിരുന്നു. പുള്ളിക്കാരിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിക്കാരി പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, അഭിനയിച്ചിരുന്ന പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ആൽബത്തിൽ. ഞാൻ അതാണ് ആ ഒരു പേര്. എന്റേതല്ലേ മാത്രമായിരിക്കും ചിലപ്പോ ഷറഫുഖയുടെ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവുക. അത് പക്ഷെ നന്നായിട്ട് ഓടി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആൽബം എടുത്ത് നോക്കിയപ്പോൾ അതിന് താഴെ കംപ്ലീറ്റ് കമന്റ്സ് ഉണ്ട്. ജലാൽക്കയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് വന്നതാണെന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഗാലറി വിഷന്റെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതിനകത്ത് കുറേ വീഡിയോ കോളില് നല്ലൊരു ആൽബം അല്ലേ അത്? നിങ്ങൾ അതില് കാലത്ത് മുറിച്ച് കിടക്കല്ലേ അല്ലേ? നല്ലൊരു വിഷ്വൽ അല്ലെ, ഒരു കല്യാണത്തിന്റെ സമയത്ത്. എനിക്കൊന്നും അങ്ങനെ കുറെ കരഞ്ഞ കുറെ ആൽബം ഇല്ല ഞങ്ങളില്. മനസ്സിന്റെ മണിയറയിൽ കരയുന്നത്. ഇതില് പക്ഷെ ഹിറ്റായതൊക്കെ കരഞ്ഞിരിക്കുന്നേ, കരഞ്ഞതൊക്കെ ഹിറ്റാ. മനസ്സിന്റെ മണിയറ ഹിറ്റല്ലേ? ഇതും അതുപോലെ തന്നെ നല്ലൊരു ഹിറ്റാ.